സിനിമകളിലും സീരിയലുകളുമൊക്കെയായി സജീവമാണ് വീണ നായർ. അടുത്തിടെയായി യൂട്യൂബ് ചാനലിലും ആക്റ്റീവാണ്. താരങ്ങളെ ഇന്റർവ്യൂ ചെയ്തും തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചും വീണ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു. ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധിയെ ചിരിച്ചു നേരിടുകയായിരുന്നു അവർ. മാസങ്ങൾക്ക് മുൻപായിരുന്നു വീണയും ഭർത്താവായിരുന്ന RJ അമനും വേർപിരിഞ്ഞത്. മകന് വേണ്ടി ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെയായിരുന്നു RJ അമൻ പുനർവിവാഹിതനായത്. അത് അദ്ദേഹത്തിന്റെ താൽപര്യം, അതിലൊന്നും പറയാനില്ലെന്നായിരുന്നു വീണയുടെ പ്രതികരണം. കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിച്ചതിനെക്കുറിച്ചും അച്ഛന്റെയും അമ്മയുടെയും വിയോഗത്തെക്കുറിച്ചും പറഞ്ഞുള്ള വീണയുടെ ഇമോഷണൽ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 12 വർഷങ്ങൾ. കണ്ണുള്ളപ്പോൾ അതിന്റെ വില നമ്മൾ അറിയില്ല. അമ്മയുടെ കാലത്തോളമാണ് മക്കൾ എന്നും സുരക്ഷിതർ. അവരോളം ഒന്നുമില്ല. 12 വർഷമായി അമ്മയും അച്ഛനുമില്ലാത്തതിന്റെ വിഷമം ഓരോ സെക്കൻഡിലും ഞാൻ അറിയുന്നു. ഏതോ ഒരു മനോഹരമായ ലോകത്ത് വളരെ സന്തോഷവതിയായി അമ്മയും കൂടെ അച്ഛനും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹം എന്നും എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമേ ജീവിതം കൈവിട്ടു പോയിടത്തുനിന്ന് ഒന്നെന്ന് തുടങ്ങി ഇപ്പോൾ ഇങ്ങനെ സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നത്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ലതികമ്മയുടെ മകളായി തന്നെ ജനിക്കണം. ഞാനും എന്റെ ചേട്ടനും അമ്മയെയും അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നു. വീണ ഇന്ന് ഈ നിലയിലെത്തിയെങ്കിൽ അമ്മയ്ക്കാണ് അതിൽ ഏറിയ പങ്കും. കലോത്സവ വേദികളിലെല്ലാം അമ്മ ഒപ്പമുണ്ടായിരുന്നു. അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശതകോടി പ്രണാമം. സ്നേഹനിധിയായ അമ്മ, ചേച്ചി സങ്കടപ്പെട്ടിരിക്കരുത്. അങ്ങനെ പോയാൽ ജീവിതം തീർന്നു. അമ്മയുടെയും അച്ഛന്റെയും അദൃശ്യമായ കരുതൽ മോളോടൊപ്പം ഉണ്ടാവും. എന്നും എപ്പോഴും എന്തിനും അവരെ ഉള്ളിൽ പ്രാർത്ഥിക്കുക തുടങ്ങിയ കമന്റുകളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അച്ഛനും അമ്മയും കൂടെയില്ലാത്തത് ജീവിതത്തിലെ വലിയ വേദനയാണെന്ന് അവർ പറഞ്ഞിരുന്നു. അമ്മ മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞിരുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അത്. പെട്ടെന്നായിരുന്നു ആ മരണം. നമ്മുടെ കൂടെ നടന്നു വന്ന ആൾ ഇനിയില്ല എന്നറിയുമ്പോൾ അംഗീകരിക്കാൻ പ്രയാസമാണ്. അമ്മ കൂടെയില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണീര് വരാതെയായപ്പോൾ അലറുകയായിരുന്നു ഞാൻ. നീ എന്താണ് കരയാത്തതെന്നായിരുന്നു ആളുകളുടെ ചോദ്യമെന്നും വീണ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം താനൊരു സെൽഫി പോസ്റ്റ് ചെയ്തതിന് കേട്ട വഴക്കിനെക്കുറിച്ചും വീണ സംസാരിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് തിരികെ വരികയായിരുന്നു. ആ സമയത്തൊരു സെൽഫി പോസ്റ്റ് ചെയ്തിരുന്നു. നീയൊരു പെണ്ണാണോ, നിനക്കിതെങ്ങനെ കഴിയുന്നു, അച്ഛൻ മരിച്ചിട്ട് മാസങ്ങളായതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു സഹപ്രവർത്തക ചീത്ത വിളിച്ചിരുന്നു. ആരാളാണെന്ന് വെളിപ്പെടുത്തുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു.